ഇടുങ്ങിയ ജീവിതം അള്ളാഹുവിനെ മറന്നവർക്കാണ്, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞവർക്കാണ്, വിശ്വാസമില്ലാത്തവർക്കാണ്, തൗഹീദില്ലാത്തവർക്കാണ്, നന്മകൾ ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്തവർക്കാണ്. അവർക്കിടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ പറഞ്ഞു, മഈശതൻ ദയ്യിഖതൻ ഫിദ് ദുനിയ വഫി ബർസഖ്. ദുനിയാവിലും അവരുടെ ജീവിതം ഞെരുങ്ങിയിട്ടായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഖബറും അവർക്ക് മേലിടുന്നു. ഖബറിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മരണത്തോടുകൂടി അവർ അത് അനുഭവിക്കും. ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് മുമ്പിൽ വലിയ സമ്പന്നരായേക്കാം, ഉന്നത സ്ഥാനീയരായേക്കാം, നേതാക്കളായിരിക്കാം, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സെലിബ്രിറ്റികളായേക്കാം. പക്ഷേ നാം കേൾക്കുന്നു, വായിക്കുന്നു, അറിയുന്നു, അവരിൽ പലരും, പ്രസിദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും, ദുനിയാവിന്റെ എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന, അപരമിക്കുന്ന പലരും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഞെരുക്കം അവരുടെ ജീവിതത്തെ കാർന്നു തിന്നുകയും ഒരു കയറിന്റെ തുരുമ്പിൽ, അതല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ആത്മഹത്യാ പ്രേരണയിൽ അവർ ജീവിതം ഒടുക്കുന്നതായി നമ്മൾ കാണുന്നു. കാരണം ഇസ്ലാമിനെ, ഈമാനിനെ, തൗഹീദിനെ അവർ പുൽകിയിട്ടില്ല. ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വിഷമങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരമേകുന്ന മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല. ആ ചികിത്സ അവർ തേടിയിട്ടില്ല.